തെറ്റുതിരുത്തലിന് തയ്യാറെങ്കിലും നേതൃമാറ്റമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തുടർ ഭരണത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ നെടുന്തൂണായി നിന്നത് പിണറായി വിജയനാണ്. നേതൃമാറ്റം പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിലില്ല എന്നും മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു. വിവരങ്ങളുമായി VV വിനോദ് ആണ് ചേരുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഇഴകീറിയുള്ള പരിശോധനകൾ ആയിരുന്നു CPIMന്റെ സംസ്ഥാന സമിതിയിലടക്കം നടന്നത്. ദിവസങ്ങളോളം വിഷയം ചർച്ച ചെയ്തു. അതിനിടെ പാർട്ടി ഘടകങ്ങളിൽ നിന്നടക്കമുണ്ടായ വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ സമഗ്രമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതിലേറ്റവും അധികം ഉയർന്നു നിന്നത് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം തന്നെയായിരുന്നു. മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ആണ് പൊതുവെ ഉണ്ടായത്. മുഖ്യമന്ത്രിയോടുള്ള വിരോധം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമായിരുന്നു സംസ്ഥാനത്തുണ്ടായത് എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പല നേതാക്കളുടെയും വാവിട്ട പ്രതികരണങ്ങൾ അത് തിരിച്ചടിയായി എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം ആണ് MV ഗോവിന്ദൻ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. VV വിനോദിലേക്ക്. വിനോദ്, എന്തായാലും തോൽവി ഇഴകീറായി പരിശോധിച്ചു എന്നത് വ്യക്തമാണ്. തോൽവിയുടെ കാരണങ്ങളടക്കമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞതാണ്. മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറും എന്ന് MV ഗോവിന്ദൻ പറയുന്നുമുണ്ട്. പക്ഷേ എവിടെയാണ് ആ മാറ്റം പ്രകടമാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, 33% വോട്ട് നേടാൻ കഴിഞ്ഞു. അവിടെ എവിടെയാണ് ജനകീയ അടിത്തറ തകർന്നു പോയതെന്ന ചോദ്യമാണ് MV ഗോവിന്ദൻ ചോദിക്കുന്നത്. മാത്രമല്ല, തോൽവിയുടെ പശ്ചാത്തലമുണ്ട്. മാറ്റത്തിന് തയ്യാറാണ് കമ്മ്യൂണിസ്റ്റുകൾ, മാറ്റത്തിന് തയ്യാറാവുന്നവരാണ്. അത്തരം കാര്യങ്ങളിൽ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും. ചില തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി കൂടുതൽ ജനകീയമായി പാർട്ടി മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടതില്ല. അങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. മാത്രവുമല്ല, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് തന്നെ പിണറായി എന്ന നേതാവിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെയാണ് അതിന്റെ പ്രധാന ഒരു ഘടകം. ആ കാര്യം എന്ന നിലയ്ക്ക് തന്നെയാണ് MV ഗോവിന്ദന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. നേതൃമാറ്റത്തിന്റെ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു. അവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് EP ജയരാജനുമായി ബന്ധപ്പെട്ടതാണ്. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പ് സമയത്ത് അത് വലിയ തോതിൽ ചർച്ചയായത്. പോളിംഗ് ദിവസം തന്നെ വലിയ തോതിൽ ആ വിവാദം ഉയർന്നു വന്നത്. ഇതെല്ലാം തന്നെ ഗൌരവമായി നേരത്തെ പാർട്ടി കണ്ടതും മുഖ്യമന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങൾ വന്നതാണ്. പക്ഷേ ആ കാര്യത്തിൽ MV ഗോവിന്ദൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഗൌരവമായി തന്നെ ആ വിഷയം പരിശോധിക്കും. അതായത് അത് അടഞ്ഞ അധ്യായമല്ല എന്ന കാര്യമാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. EP ജയരാജനും MV ഗോവിന്ദനും തമ്മിലുള്ള ശീതസമരം അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി EP അകന്നു നിന്ന സാഹചര്യം കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. MV ഗോവിന്ദനേക്കാൾ സീനിയറാണ് EP ജയരാജൻ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതിയിരുന്ന ആളാണ്. അവിടേക്കാണ് താരതമ്യേന ജൂനിയറായ MV ഗോവിന്ദന്റെ വരവ് ഉണ്ടായത്. തുടർന്ന് EP പാർട്ടിയുമായി അകന്നു നിന്നതും LDF യോഗത്തിൽ കൺവീനർ സ്ഥാനത്തുണ്ടായിരുന്നപ്പോഴും അദ്ദേഹം പങ്കെടുക്കാതെ മാറി നിന്നതുമൊക്കെയും വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തിനുള്ള നീരസമാണ് ഇങ്ങനെ മാറി നിൽക്കാനുള്ള കാരണമായത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും ആ വിഷയം BJP നേതാവുമായുള്ള EP ജയരാജന്റെ കൂടിക്കാഴ്ച അത് ഗൌരവമായി കാണുന്നു, അത് പരിശോധിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ MV ഗോവിന്ദൻ തന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അഭിലാഷ്, അതായത് ഈ അഭിമുഖത്തിൽ പറയുന്നത്, ഞങ്ങൾ എന്തൊക്കെ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തും, അതിന് ഒരു പ്രയാസവുമില്ല. മാറാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം. മാറാതിരിക്കുന്ന ഒരു പ്രശ്നം മാർക്സിസ്റ്റുകാരനെ സംബന്ധിച്ചില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഈ തരത്തിലൊക്കെയാണ് പല ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി നെടുന്തൂണായിരുന്നു ഭരണ തുടർച്ചയ്ക്ക്. പിണറായി വിജയൻ നെടുന്തൂണായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു നിർത്തുകയും അതേസമയം EP ജയരാജൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്.
അഭിലാഷ്, പ്രധാനമായും ഈ നവകേരള യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് വലിയ ജനപിന്തുണ നേടി 33% വോട്ട് നേടാൻ കഴിഞ്ഞു. അത് ജനകീയ അടിത്തറ തകർന്നെങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം വോട്ടുകൾ നേടാൻ കഴിയുക? പക്ഷെ തിരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായി. ഈ മാർക്സിസ്റ്റിന് മാറ്റം അത് ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ്, മാറാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കുന്നു. നവകേരള യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവാദത്തിലേക്ക് കൊണ്ടുപോകാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മാറേണ്ടതില്ല, നെടുന്തൂണായിരുന്നു ഭരണ തുടർച്ചയ്ക്ക് മുഖ്യമന്ത്രി, അദ്ദേഹം മാറേണ്ടതില്ല എന്ന് എം.വി. ഗോവിന്ദൻ അസന്നിഗ്ധമായി പറയുമ്പോൾ അത് LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI-ക്കുള്ള ഒരു മറുപടി കൂടിയാണ്. കാരണം CPI-യുടെ വിവിധ ജില്ലാ ഘടകങ്ങൾ മുഖ്യമന്ത്രി മാറണം, മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണ്, മുഖ്യമന്ത്രി മാറി ഉള്ള ഒരു ഭരണം വരണം എന്ന ആവശ്യം CPI-യുടെ പല ജില്ലാ കമ്മിറ്റികളും ഉന്നയിച്ചിരുന്നു. CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കാര്യമായ മറുപടി നൽകിയില്ല, നിശബ്ദനായിരുന്നു എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഏതായിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം ഘടകകക്ഷിയിൽ തന്നെ മുഖ്യമന്ത്രി മാറണമെന്ന ആവശ്യം തുടർച്ചയായി പല ജില്ലകളിൽ നിന്നും ഉണ്ടാകുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കൃത്യമായ സന്ദേശം നൽകുന്നു. ഒരു നേതൃമാറ്റത്തിന്റെ സാഹചര്യവുമില്ല. ഭരണ തുടർച്ചയ്ക്ക് പിണറായി വിജയൻ നെടുന്തൂണായിരുന്നു, അദ്ദേഹം വലിയ ശക്തിയായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭരണ തുടർച്ച എന്നതില്ല. സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലല്ല, മറിച്ച് കേന്ദ്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ വർഗീയ കക്ഷികൾ ക്രൈസ്തവ മേഖലകളെയും CPM സഹയാത്രികൻ